നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ദുർഗാ സപ്തശ്ലോകി എന്ന് പറയുന്ന 7 ശ്ലോകങ്ങൾ. ഓം ജ്ഞാനിനാമപി ചേദാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണികാ ത്വദന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ ഭയേഭ്യസ്ത്രാഹി നോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ. ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി.
ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകീ സമ്പൂർണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുസ്വാഗതം, ശുഭസായാഹ്നം. നല്ലൊരു ഞായറാഴ്ച വൈകുന്നേരം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും സ്വസ്ഥരായി അവരവരുടെ ഗൃഹങ്ങളിലിരിക്കുക, എവിടെയും പോകാനില്ല ഈ ഞായറാഴ്ചയൊന്നും. അപ്പോൾ ഭഗവത് കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ പലതും പഠിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ധന്യമാക്കി തീർക്കാം. നമുക്ക് ദേവീ മാഹാത്മ്യം നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് 3-ാം ദിവസം. എല്ലാവർക്കും അതിലേക്ക് സുസ്വാഗതം. കുറേ കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ആമുഖ രൂപത്തിൽ പറഞ്ഞു. ദേവി മാഹാത്മ്യം എന്ന അതിഗംഭീരമായിട്ടുള്ള ആ സ്തോത്ര രത്നത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അതിൻ്റെ പാരായണത്തെ സംബന്ധിച്ചതായിട്ടുള്ള വിധികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു. ആ പാരായണത്തിൻ്റെ അംഗങ്ങളായി മുന്നും പിന്നും ചൊല്ലേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. നമ്മുടെ ഈ ദേവി മാഹാത്മ്യ പാരായണം എന്ന് പറഞ്ഞാൽ അതൊരു പൂജയാണ്. മറ്റ് പൂജകൾ നമ്മൾ ദ്രവ്യങ്ങളെ കൊണ്ട്, പുഷ്പങ്ങളെ കൊണ്ട് ധൂപദീപ നൈവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുന്നത് പോലെ ഇവിടെ സ്തോത്രം ചൊല്ലി ആ പാരായണം ഒരു പൂജയായിട്ട് ഭഗവതിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ പൂജയ്ക്ക് മുമ്പുള്ള അംഗങ്ങളും പിന്നാലെയുള്ള അംഗങ്ങളും പോലെയാണ് ഇതിൻ്റെ മുമ്പും പിമ്പും പാരായണം ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു പൂജ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലർക്കും പൂജ എന്താണെന്ന് അറിയുക. പൂജ ചെയ്യുന്നവരുണ്ടാവും, പലരും പല രീതിയിൽ പൂജ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ആ പൂജ എന്ന് പറയുമ്പോൾ നേരിട്ട് ചെന്ന് നമ്മൾ അങ്ങോട്ട് ഭഗവാനെയോ ഭഗവതിയോ അർച്ചന അങ്ങോട്ട് ആരംഭിക്കില്ല. അതിനു മുമ്പ് പല ഫോർമാലിറ്റികളുണ്ട്, പല ഉപചാരങ്ങളുണ്ട്. ഉപചാരങ്ങൾ എന്ന് വെച്ചാൽ ഫോർമാലിറ്റീസ്. അപ്പോൾ ആദ്യം പൂജയ്ക്ക് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറാവണം, വേണ്ടേ? അപ്പോൾ അതിനെന്ത് വേണം? നമ്മുടെ ദേഹശുദ്ധിയാണ് പ്രഥമം. അതുപോലെ തന്നെ എവിടെ വെച്ചാണോ പൂജ കഴിക്കുന്നത് ആ സ്ഥലശുദ്ധി രണ്ടാമത്. അപ്പം നമ്മൾ സ്വയം ശുദ്ധരാവണു. ശരീരം, വസ്ത്രം ഒക്കെ നല്ലപോലെ ശുദ്ധമായി, അല്ലേ? അതുപോലെ ശരീരത്തിൽ നമ്മൾ മംഗള ചിഹ്നങ്ങളായിരിക്കുന്ന കുറികളും മറ്റുമൊക്കെ അണിഞ്ഞ് നമ്മൾ പൂജയ്ക്ക് തയ്യാറായി ദേവിയെ വരവേൽക്കണം. കാരണം ദേവിയോ ദേവനോ നമ്മുടെ ഇഷ്ടദേവനെ നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മൾ ആവഹിക്കുകയാണ്. നമ്മുടെ പൂജയ്ക്ക് ക്ഷണിക്കുകയാണ്, നമ്മൾ സൽക്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണോ ഒരു VIP നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവരോട് പെരുമാറുക? ഇപ്പോൾ പ്രധാനമന്ത്രി നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ലുങ്കി ഉടുത്ത് കാഷ്വലായിട്ട് അങ്ങനെ നിന്ന് പല്ലും തേക്കാതെ കുളിക്കാതെ വരവേൽക്കുമോ? നിങ്ങൾ വീട്ടിൽ ചാരുകസേരയിൽ ചരിഞ്ഞ് കിടന്നുകൊണ്ട് പ്രധാനമന്ത്രിയോ വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. വരുന്ന ആളുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഗൗരവിക്കും, അല്ലേ? ബഹുമാനിക്കും. അപ്പോൾ വരുന്ന ആൾ ഇന്ന ആളാണെന്ന് അറിഞ്ഞാൽ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കും, വീട് അലങ്കരിക്കും. നമ്മുടെ പൂമുഖവും അതുപോലെയുള്ളതായിട്ടുള്ള സ്ഥലങ്ങളും മുറ്റവും ഒക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ച് നല്ല ഫർണിച്ചറൊക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കും, എന്നിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തയ്യാറായി നിൽക്കും. വരുന്ന ആളെ സ്വീകരിക്കാനുള്ള ബൊക്കെ മുതലായതോ അല്ലെങ്കിൽ പൂർണ്ണകുംഭമോ താലപ്പൊലികളോ വാദ്യഘോഷങ്ങളോ കാല് കഴുകാനുള്ള വെള്ളമോ ഒക്കെ എടുത്തു വയ്ക്കും, അല്ലേ? അപ്പോൾ എങ്ങനെയാണോ അങ്ങനെ ഒരു അതിഥിയെ, ഒരു വിശിഷ്ട അതിഥിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് സ്വീകരിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ പൂജ എന്നുള്ളതായിട്ടുള്ള കാര്യവും. അപ്പോൾ ആ പൂജയ്ക്ക് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ
ഗൃഹം, അതുപോലെ പൂജ ചെയ്യുന്ന സ്ഥലം, പൂജാമുറിയാണെങ്കിൽ പൂജാമുറി, എവിടെ വെച്ചിട്ടാണ് പൂജ കഴിക്കുന്ന ആ ഭാഗം, അതുപോലെ നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, ഇതെല്ലാം ഭംഗിയാക്കണം. കാരണം ഭഗവാനെ നമ്മൾ സ്വീകരിക്കാൻ പോവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭഗവതിയെ, ഇഷ്ടദേവതയെ സ്വീകരിക്കാനായിക്കൊണ്ട് ഒരുങ്ങുകയാണ്. അതിൻ്റെ അംഗങ്ങളായിട്ട് പല പൂജകളും ഉണ്ട്. അപ്പോൾ നേരിട്ട് അങ്ങോട്ട് ഈശ്വരനെ പൂജിക്കുകയല്ല, വിഗ്രഹത്തെ പൂജിക്കുകയല്ല. ആദ്യം അവനവനെ പൂജിക്കുന്നു. അവനവൻ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ എന്താ പറയുക, പവിത്രമാക്കുന്നു. അതിന് പുണ്യാഹവാചനം എന്ന് പറയുന്നതായിട്ടുള്ള ആ തീർത്ഥത്തെ ആവഹിച്ചുകൊണ്ട്, ആ തീർത്ഥം കൊണ്ട് എല്ലാ ദ്രവ്യങ്ങളെയും തളിച്ച് ശുദ്ധമാക്കി ഒക്കെ വയ്ക്കുന്നു. വരുന്നതായിട്ടുള്ള ദേവന് ഇരിക്കാനുള്ളതായിട്ടുള്ള പീഠം, ആസനം ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നു, അതും ശുദ്ധമാക്കി വയ്ക്കുന്നു. അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ആദ്യം തയ്യാറാക്കിയിട്ട് വേണം ഒരു അതിഥിയെ നമ്മൾ ആവഹിക്കുക എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യാനായിക്കൊണ്ട്, നമ്മുടെ ഗൃഹത്തിലേക്ക് വിളിച്ചു വരുത്താനായിക്കൊണ്ട്. അപ്പോൾ ആദ്യം എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ. അപ്പോൾ അതിനൊരു ചിട്ടകളുണ്ട്. ആ ചിട്ടകളൊക്കെ നോക്കി നമ്മളെല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കിയിട്ടാണ് ആളെ വിളിക്കാൻ തയ്യാറാവുക നമ്മൾ, അല്ലേ? എല്ലാം റെഡി ആവട്ടെ എന്നിട്ട് വേണം വിളിക്കാനെന്ന് നമ്മൾ പറയാറില്ലേ? ആരെങ്കിലും VIP വരുമ്പോൾ നമ്മളെല്ലാം ഒന്ന് തയ്യാറാക്കട്ടെ എന്നിട്ട് വേണം ആൾ വരാനായിക്കൊണ്ട്. അല്ല വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓരോന്നിനും ഓടാൻ പറ്റില്ല. വെള്ളം അവിടെ, തോർത്തവിടെ, കാല് തുടയ്ക്കാൻ, കൈ തുടയ്ക്കാൻ, കാല് കഴുകാനുള്ള വെള്ളം അവിടെ, ഇരിക്കാനുള്ള കസേര എവിടെ എന്ന് പറഞ്ഞിട്ട് ഓടാൻ പാടില്ല. അപ്പോൾ അതേപോലെ എങ്ങനെയാണോ പൂജയുടെ അംഗങ്ങളായിട്ട് നമ്മുടെ ശരീര പൂജ അഥവാ ആത്മപൂജ, ഭഗവാൻ ഇരിക്കാനുള്ളതായിട്ടുള്ള പീഠപൂജ, അതുപോലെ ദ്രവ്യങ്ങളൊക്കെ ശുദ്ധമാക്കുന്നതായിട്ടുള്ള പൂജ, ഗംഗാജലത്തെ ആവഹിക്കുന്ന അല്ലെങ്കിൽ പുണ്യാഹത്തെ ആവഹിക്കുന്നതായിട്ടുള്ള ആ കർമ്മങ്ങൾ, ഇതെല്ലാം ചെയ്തിട്ടാണ് പിന്നെ ആവാഹനം എന്നുള്ള കർമ്മത്തിലേക്ക് ഇറങ്ങുക. ധ്യാനം, ആവാഹനം ചെയ്ത് നമ്മുടെ പൂജിക്കുന്ന ദേവതയെ അവിടേക്ക് വരുത്തി ആസനത്തിലിരിക്കാൻ പറഞ്ഞ് അർഘ്യം, പാദ്യം, ആചമനീയം എന്നൊക്കെ പറഞ്ഞ് കാല് കഴുകൽ, കൈ കഴുകൽ, മുഖം കഴുകൽ, പിന്നെ വേണമെങ്കിൽ കുളിക്കാനുള്ള സ്നാനത്തിനുള്ളതായിട്ടുള്ള ദ്രവ്യങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ സമർപ്പിച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അലങ്കാരങ്ങളൊക്കെ കൊടുത്ത് തയ്യാറായതിന് ശേഷമാണ് പിന്നെയാണ് നമ്മൾ ആളെ സ്തുതിക്കൽ. അതാണ് അർച്ചന എന്ന് പറയുന്നത്. അപ്പോൾ അർച്ചന ആദ്യമേ അർച്ചനയല്ല. ഈ പറഞ്ഞ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർമാലിറ്റീസൊക്കെ ഫുൾഫിൽ ചെയ്തതിന് ശേഷമാണ് അർച്ചന ആരംഭിക്കുക. എന്ന് വെച്ചാൽ ഈ അർച്ചന എന്ന് പറയുമ്പോൾ നമ്മൾ VIP വരുമ്പോൾ കുശലപ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നിവേദനം ചെയ്യുക, നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക, അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഈക്വലായിട്ടാണ് ഈശ്വരനെ നമ്മൾ അർച്ചനകളെ കൊണ്ട്, നാമങ്ങളെ കൊണ്ട് പൂജിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഈ പ്രിലിമിനറി ആയിട്ടുള്ള കുറേ അറേഞ്ച്മെൻറ്റുകൾ നമ്മൾ ചെയ്യാനുള്ളത്, അതുപോലെ ദേവീ മാഹാത്മ്യം എന്ന 13 അധ്യായം, ദുർഗാ സപ്തശതി എന്ന മന്ത്ര സ്വരൂപമായിരിക്കുന്ന ആ ഗ്രന്ഥം, അത് നേരിട്ട് അങ്ങോട്ട് പൂജിക്കാൻ അതിന് ചില വിധികൾ വച്ചിരിക്കുന്നു. അതങ്ങോട്ട് നേരിട്ട് പൂജിക്കേണ്ട, അതിലേക്ക് നിങ്ങൾ സ്വയം പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. അതിന് മുമ്പേ ചെയ്യേണ്ടതായിട്ട് ചില ഫോർമാലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ നവാംഗങ്ങൾ അല്ലെങ്കിൽ ത്രയാംഗപൂർവകമെങ്കിലും നിങ്ങൾ പൂജ ചെയ്യണം അഥവാ പാരായണം ചെയ്യണം എന്ന് പറഞ്ഞ് വിധി വച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലത്. അപൂർണമായിട്ടുള്ള അതിൻ്റെ അംഗങ്ങളോടുകൂടി ചെയ്യുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ ദേവിയുടെ പരിപൂർണമായിട്ടുള്ള പ്രസാദത്തിന് നമ്മൾ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുക. അല്ലെങ്കിൽ ചില ആളുകൾ പൂജയൊക്കെ ചെയ്യാറുണ്ട്, അല്ലേ? പൂവും വെള്ളവും കൊടുക്കുക. ചില ആളുകളുടെ പൂജ അത്രയേ ഉള്ളൂ, പൂവും വെള്ളവും കൊടുക്കുക, ബാക്കി അംഗങ്ങളൊന്നും അറിയില്ല. അവനവൻ്റെ ദേഹം ശുദ്ധിയുണ്ടോ, ഉടുത്ത വസ്ത്രം ശരിയാണോ, കൊടുക്കുന്ന ദ്രവ്യങ്ങൾ വൃത്തിയുണ്ടോ, ഒന്നും അറിയില്ല. വെറുതെ പൂവും വെള്ളവും കൊടുക്കുക എന്നുകൊണ്ട് ചില പ്രവൃത്തികളുണ്ട് ചില ആളുകൾക്ക്. അവർക്ക് അറിയുന്ന പോലെ ഏറ്റവും ആ പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളും ഈശ്വരനെ പൂജിക്കുന്നു, ആ ഏറ്റവും ലളിതമായിട്ട് അവരെ കൊണ്ടാവുന്നത് പോലെ. പക്ഷെ അവരുടെ മനസ്സിൽ ഭക്തി ഉണ്ടാവും. ആ ഭക്തിയോടുകൂടി പൂവും വെള്ളവും കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെയാവും നമ്മളിപ്പോൾ അംഗങ്ങളൊന്നും ചൊല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു സ്തോത്രം മാത്രം ചൊല്ലുകയാണെങ്കിൽ വെറും ഒരു പൂവും വെള്ളവും കൊടുക്കുന്ന പോലെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൻ്റെ പരിപൂർണത ഉറപ്പാക്കാൻ, ചൊല്ലുന്നതിൻ്റെ ആ ഒരു സാഫല്യം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടാനാണ് പൂർവീകരായിട്ടുള്ള ഋഷീശ്വരന്മാർ തന്നെ ഇതിന് ചില നിയമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ആ നിയമങ്ങളെ നമ്മൾ ബഹുമാനിക്കുക, ആവും പോലെയൊക്കെ പാലിക്കുക.
ആവും പോലെയൊക്കെ അവനവൻ ആവും പോലെയൊക്കെ അറിയും പോലെയൊക്കെ യഥാശക്തി യഥാബുദ്ധി സാധിക്കും പോലെ നടത്തുക എന്നർത്ഥം. അപ്പോൾ ആ ക്രമത്തിൽ നമുക്ക് ദേവീ മാഹാത്മ്യം എന്ന 13 അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ക്രമത്തിൽ പോകുന്നത് എന്നൊന്ന് നോക്കാം. അപ്പം ഇന്നലെ ഞാൻ അതിലെ ഒരു പ്രധാന ശ്ലോകം, ഒരു സ്തോത്രം ചൊല്ലി, കവചസ്തോത്രം എന്ന് പറഞ്ഞതായിട്ടുള്ള സ്തോത്രം. ആ കവചം ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അതാണ് ഇതിനു മുമ്പുള്ള പൂർവാംഗങ്ങളിൽ ഏറ്റവും വലിയ അംഗവും. അത് കഴിഞ്ഞ് അർഗളാ സ്തോത്രം, കീലക സ്തോത്രം, ഈ 2 സ്തോത്രങ്ങൾ ഈ കവചസ്തോത്രം ചൊല്ലിയതിന് ശേഷം ചൊല്ലണം. അപ്പോൾ ഈ 3 അംഗങ്ങളെയാണ് ത്രയാംഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് മനോഹരമാക്കാം, മേമ്പൊടിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറയില്ലേ, ഉപചാരങ്ങൾ ഒന്നുകൂടെ ഭംഗിയാക്കാം. വെറുതെ ത്രയാംഗങ്ങൾ ചൊല്ലി നേരിട്ട് ദേവീ മാഹാത്മ്യം ചൊല്ലുന്നവരും ഉണ്ട്. കവചം, അർഗള, കീലകം ചൊല്ലി നേരെ ദേവീ മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ. സാധാരണ ഒരു ഗുരുവിൽ നിന്ന് ഉപദേശമൊന്നും കിട്ടാതെ വെറുതെ പുസ്തകം നോക്കി വായിക്കുന്ന ആളുകൾക്ക് ഈ മന്ത്രങ്ങളൊക്കെ എന്താണ്, കടിച്ചാൽ പൊട്ടാത്ത സാധനങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവരതൊന്നും ചൊല്ലാൻ മെനക്കെടില്ല. അപ്പോൾ ത്രയാംഗപൂർവകം എന്ന് കേട്ടിട്ടുണ്ട്, ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കവചം, അർഗള, കീലകം എന്നുള്ള 3 സ്തോത്രങ്ങൾ ചൊല്ലി പിന്നെ പ്രഥമ അധ്യായം ദേവീ മാഹാത്മ്യത്തിലെ മധുകൈടഭവധം എന്നുള്ളതായിട്ടുള്ള പ്രഥമ അധ്യായത്തിലേക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം. വിരോധമില്ല, ഒരു വിരോധമില്ല. പക്ഷെ ആ ഉപചാരങ്ങളുടെ എണ്ണം കുറഞ്ഞു, പൂജയുടെ ഗൗരവം കുറഞ്ഞു എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പം നമുക്ക് നന്നായിട്ട് ചെയ്തൂടെ, അതിൻ്റെ അംഗങ്ങളോടുകൂടി ചെയ്തൂടെ, ഭംഗിയായി ചെയ്തൂടെ? അപ്പോഴല്ലേ നമുക്ക് ചെയ്തു എന്നുള്ള തൃപ്തി ഉണ്ടാവുക. ഭഗവതി പ്രസാദിക്കുക, നന്നായി പ്രസാദിക്കും. നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി വിധിപ്രകാരമൊക്കെ ചെയ്തു കഴിയുമ്പോൾ വളരെ നന്നായിട്ട് പ്രസാദിക്കും ദേവി എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം, അതാണ് നമ്മൾ ഈ പുസ്തകം അടിച്ചിറക്കിയിട്ടുള്ളത്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, ഏത് ക്രമത്തിലാണ് ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഈ ത്രയാംഗം ചൊല്ലി, പിന്നീട് എന്തൊക്കെ ചൊല്ലി, നവാക്ഷരി മന്ത്രം ചൊല്ലി, എന്നിട്ട് വേണം ദേവീ മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പൂർവികമായിട്ടുള്ള തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് തരുന്നതായിട്ട് ഈ പുസ്തകത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഈ പാരായണ വിധിയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെ പാരായണത്തെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഒരു വിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദേവീ മാഹാത്മ്യ പാരായണ വിധി. അപ്പോൾ അത് വാരാഹി തന്ത്രം എന്നുള്ളതായിട്ടുള്ളൊരു തന്ത്രത്തിലാണ് പ്രധാനമായിട്ട് ഈ ദേവീ മാഹാത്മ്യ പാരായണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓടിച്ച് പറയാതെ എന്താന്ന്. നവാംഗം വാ ത്രയാംഗം വാ ജപിത്വാ ച നവാക്ഷരീം തതോ ജപ്ത്വാ രാത്രി സൂക്തം ദുർഗാ സപ്തശതീം പഠേത്. ദുർഗാ സപ്തശതിയെ പഠിക്കുന്നതിന് മുമ്പ് നവാംഗം വാ ത്രയാംഗം വാ. നവാംഗം 9 അംഗങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു. ന്യാസം, ആവാഹനം, നാമാനി, അർഗളം, കീലകം, ഹൃദയം, ദളം, ധ്യാനം, കവചം. ഈ ക്രമത്തിൽ 9 അംഗങ്ങളോ അല്ലെങ്കിൽ ത്രയാംഗം വാ. ത്രയാംഗം എന്ന് പറയുമ്പോൾ കവചം, അർഗളം, കീലകം, ഇങ്ങനെയുള്ള 3 അംഗങ്ങളോ ജപിച്ചിട്ട് പാരായണം ചെയ്തിട്ട് നവാക്ഷരീം ജപിച്ച് തതോ ജപ്ത്വാ, അനന്തരം നവാക്ഷരി മന്ത്രത്തെയും ജപിച്ചിട്ട്, ദേവിയുടെ 9 അക്ഷരങ്ങളുള്ള മന്ത്രം അത് പറഞ്ഞു തരാം, എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് കാണിച്ചു തരാം. അതും ചൊല്ലിയിട്ട് രാത്രി സൂക്തം എന്ന് പറയുന്ന സൂക്തം, ഇവിടെ താന്ത്രികം രാത്രി സൂക്തം എന്നൊരു സൂക്തമുണ്ട്, വൈദികം രാത്രി സൂക്തം എന്നൊരു സൂക്തമുണ്ട്. അതിൽ വൈദികം നമുക്ക് വേണ്ട, സാധാരണക്കാർക്ക് ചൊല്ലാൻ പറ്റുന്നത് താന്ത്രികം രാത്രി സൂക്തമാണ്. അതേതാണ്? ഇതിൽ തന്നെയുള്ള ദേവീ മാഹാത്മ്യത്തിൽ തന്നെയുള്ള 1-ാം അധ്യായത്തിൽ ബ്രഹ്മദേവൻ മഹാകാളിയെ സ്തുതിച്ച രാത്രി സ്വരൂപിണിയായി സ്തുതിച്ചത് കൊണ്ടാണ്, കാളരാത്രിയായി സ്തുതിച്ചത് കൊണ്ടാണ് അതിന് രാത്രി സൂക്തം എന്ന പേര്. കാളരാത്രിയാണ് മഹാകാളി. പ്രളയകാലത്ത് ലോകത്തെ മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്ന ശക്തി, ആ ആവരണ ശക്തിയാണ് ഇവിടുത്തെ കാളരാത്രി എന്ന് പറയുന്ന മഹാകാളി. അപ്പോൾ ആ മഹാകാളിയെ കാളരാത്രിയായി, ആവരണസ്വരൂപിണിയായി, എല്ലാവരെയും നിദ്രയിൽ ആഴ്ത്തിയിരിക്കുന്ന ആ ഒരു അജ്ഞാനമാകുന്ന നിദ്രയിലേക്ക് എല്ലാവരെയും ആഴ്ത്തിയിരിക്കുന്ന ആ ശക്തി തന്നെയാണ് മഹാകാളി, കാളരാത്രി. അപ്പോൾ ആ ദേവിയെ സ്തുതിക്കുന്ന സൂക്തം
രാത്രി സൂക്തം. അത് വളരെ സിമ്പിളാണ്. ബ്രഹ്മാവ് ജപിച്ച സൂക്തം. ആ രാത്രി സൂക്തവും ജപിച്ച് പിന്നെ ദുർഗാ സപ്തശതിയും പടയത്. അതിനുശേഷം ദുർഗാ സപ്തശതിയെ പഠിക്കേണ്ടതാണ്. എന്നിട്ട് പറഞ്ഞു പ്രാന്തേതു പഠനീയം വൈ ദേവീ സൂക്തം ഇതി ക്രമഃ. പ്രാന്തേ എന്ന് പറഞ്ഞാൽ അവസാനം. ഈ 13 അധ്യായങ്ങളും പാരായണം ചെയ്ത് കഴിയുമ്പോൾ അവസാനത്തിൽ ദേവീ സൂക്തം പഠനീയം. ദേവീ സൂക്തം എന്ന് പറഞ്ഞാൽ അതാണ്. അതും ഇതുപോലെ താന്ത്രികവും വൈദികവുമായിട്ടുള്ള ദേവീ സൂക്തങ്ങളുണ്ട്. നമുക്ക് വൈദിക വേണ്ട. വൈദിക ദേവീ സൂക്തം ചൊല്ലണമെങ്കിൽ വേദമന്ത്രങ്ങൾ എങ്ങനെ ചൊല്ലണം അത് പഠിക്കണം ആദ്യം. അതിൻ്റെ സ്വരങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ അത് എല്ലാവർക്കും പറ്റില്ല. അതിന് കമ്മിറ്റ്മെൻറ്റ് വേണം. വേദം ചൊല്ലാൻ അറിയണം. അപ്പോൾ താന്ത്രികം ദേവീ സൂക്തമുണ്ട്. അതും ഈ ദേവീ മാഹാത്മ്യത്തിൽ തന്നെയുള്ള 5-ാം അധ്യായത്തിലുള്ളതാണ്. 5-ാം അധ്യായത്തിൽ ദേവന്മാർ സ്തുതിച്ച അപരാജിതാ സ്തുതി എന്ന് പറയുന്ന സ്തുതി തന്നെയാണ് ദേവീ സൂക്തം. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ എന്നാരംഭിക്കുന്ന ആ സൂക്തം. ആ സൂക്തവും ജപിച്ച് പിന്നീട് രഹസ്യത്രയം വേണമെങ്കിൽ ജപിക്കാം. അങ്ങനെ രഹസ്യത്രയങ്ങളും ജപിച്ച് ആ ക്ഷമാപ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുക എന്നതാണ് വ്യവസ്ഥ. അപ്പോൾ ഏകാവൃത്യൗ അശക്തസ്യ കങ്കാളീതി ത്രിഭിർദിനൈഃ തദശക്തഃ പടേദേവം പാടോയം വിപ്രകാരതഃ. ഒറ്റ തവണയായിട്ട് ഒരു ദിവസം തന്നെ ഇതെല്ലാം കൂടി ചൊല്ലാൻ അശക്തനായിരിക്കുന്ന ഒരാൾക്ക് 3 ദിവസങ്ങളെ കൊണ്ട് ചൊല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ 7 ദിവസം കൊണ്ടും ചൊല്ലാം എന്നുള്ളതായിട്ടുള്ള ക്രമം വിധിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഒന്നുകിൽ ഒറ്റ ദിവസമായിട്ട്, അല്ലെങ്കിൽ 3 ദിവസമായിട്ട്, അല്ലെങ്കിൽ 7 ദിവസമായിട്ട് ചൊല്ലാനുള്ളതായിട്ടുള്ള വിധികളെല്ലാം പറഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് സാമാന്യം മനസ്സിലാക്കുക. ചൊല്ലി 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 പരിചയിക്കും. ഇതിപ്പോൾ എന്താ പറയുക, ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പുള്ള അതിനെ സംബന്ധിച്ചതായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഒന്നും മനസ്സിലാവില്ല. വണ്ടി ഓടിച്ച് നോക്കുമ്പോഴേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? നീന്തൽ പഠിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കരയിൽ നിന്നുകൊണ്ട് ചില ഡയറക്ഷൻസ് കൊടുക്കുകയാണ്. അത് നീന്തി പരിശീലിക്കുമ്പോഴാണ് അത് എന്താണെന്ന് മനസ്സിലാവുക, എന്തിനാണ് അതൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാവുക. അപ്പോൾ അതുപോലെ നമുക്കിനി നീന്താൻ ഇറങ്ങാം. ഈ കുളത്തിലേക്ക് അങ്ങോട്ട് ചാടാം. ഏത് കുളം? ദേവീ മാഹാത്മ്യം എന്ന ആ പാരായണ കുളത്തിലേക്ക് അങ്ങോട്ട് ചാടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് തന്നെ പഠിച്ചോളും നമ്മൾ. അപ്പോൾ ഇത് സാമാന്യം ആമുഖമായിട്ട് ഇത്രയും കൂടി അറിഞ്ഞിരിക്കുക. ഇനി സ്വാമി ഇതിൻ്റെ പാരായണത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് എത്ര നേരമുണ്ടോ അത്രയും നേരം കൊണ്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു പോവാം. ഒരിക്കൽ ഒരു മോഡൽ, ഒരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു ബോധമുണ്ടാവാനായിട്ട് ഇതെന്താ സാധനം എന്ന് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും എല്ലാവർക്കും പുസ്തകങ്ങളെത്തും. നാളെ അയക്കുന്നുണ്ട് എല്ലാവർക്കും. ഒരു 70-75 പേരോളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യപ്പെടാം. ആ പുസ്തകം ഉണ്ടെങ്കിലേ ഇത് പഠിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ആ പുസ്തകം കയ്യിൽ വെച്ച് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അതുപോലെ ഏറ്റു ചൊല്ലുകയും അനുസരിക്കുകയും ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാവുക. അപ്പോൾ പുസ്തകങ്ങൾ എല്ലാവരും സ്വന്തമാക്കുക. ഇനിയും ആവശ്യപ്പെട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആവശ്യപ്പെട്ട് അഡ്രസ്സ് തന്നാൽ അയച്ചു തരാം. VPP ആയിട്ട് അയച്ചു തരും. അത് നമ്മൾ ലളിതാ സഹസ്രനാമവും ഇതിൻ്റെ ചൊല്ലുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള CD-യും ഒക്കെ ഉണ്ട്. ദേവി മാഹാത്മ്യം ചൊല്ലുന്നതിൻ്റെ 3.5 മണിക്കൂറിലധികം ഉള്ളതായിട്ടുള്ള CD, MP3 ആയിട്ടുള്ള CD-യാണ്. അത് നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ നിരന്തരം ദിവസവും വീട്ടിലിരുന്ന് കേട്ടോണ്ടിരുന്നാൽ അത് പഠിക്കാൻ പറ്റും. ഇനിയിപ്പോൾ CD പ്ലെയർ ഇല്ലെങ്കിൽ അതിനെ നിങ്ങൾ തന്നെ പുതിയ വേർഷനിലേക്ക് മാറ്റുക. ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക പെൻഡ്രൈവിലേക്കോ ഒക്കെ അവരവരുടെ സൗകര്യം പോലെ മാറ്റുക. നമ്മളിപ്പോൾ പെൻഡ്രൈവ് ഒന്നും ഇറക്കിയിട്ടില്ല. ഇപ്പോൾ ഉള്ളത് CD-യാണ്. ഇപ്പോൾ ഈ കൊറോണ കാലം കഴിയട്ടെ, എന്നിട്ട് വേറെ പലതും നമുക്ക് പെൻഡ്രൈവായിട്ട് ഇറക്കാനുണ്ട്. ഇപ്പോൾ സൗന്ദര്യലഹരി പലരും ചോദിച്ചിട്ടുണ്ട്. ലളിതാ സഹസ്രനാമം സ്വാമി ചൊല്ലുന്നത് വേണമെന്ന് പറയുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു പെൻഡ്രൈവായിട്ട് ഇറക്കാം. കംപ്ലീറ്റ് ദേവീ സ്തുതികളൊക്കെ കൂടിയിട്ട് 3 കൂടിയിട്ട്, അതായത് മുഖ്യമായിട്ടുള്ള ദേവീ മാഹാത്മ്യം, ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി 3 കൂടി ശാക്തേയം എന്ന പേരിൽ ഒരു പെൻഡ്രൈവായിട്ട് തന്നെ ഇറക്കാം. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്രദമാവും.
ഇരിക്കട്ടെ. അപ്പോൾ പാരായണം ക്രമത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു പോവാം. ആദ്യം സങ്കല്പം എന്നുള്ളതായിട്ടുള്ള ഒരു ഇതാണ്. നമ്മളിതാ ദേവീ മാഹാത്മ്യ പാരായണം ചെയ്യാൻ പോകുന്നു എന്ന് സ്വയം ഒരു ഡിസിഷൻ എടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് സ്വയം ദേവിയോട് പറയുന്ന പോലെ പറയണം. ദേവി, ഞാനിതാ അമ്മയെ സ്തുതിക്കുന്നതായിട്ടുള്ള ദേവീ മാഹാത്മ്യ പാരായണം ആരംഭിക്കുകയാണ്. അതിനമ്മ എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് യാതൊരു വിഘ്നങ്ങളും അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല. ഇതിനു വേണ്ടി കമ്മിറ്റഡായിട്ട് ഞാനിവിടെ ബദ്ധ കടിയായിട്ട് ഇരിക്കുമ്പോൾ അരയും തലയും മുറുക്കി കെട്ടി എൻ്റെ കൈകൾ ഇതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബദ്ധ കങ്കണനായി ഞാൻ ഈ പരിപാടിയിലേക്ക് ഇരിക്കുമ്പോൾ വേറൊരു തരത്തിലുള്ളതായിട്ടുള്ള വിഘ്നങ്ങളും വന്ന് എൻ്റെ ശാരീരിക അവശതകളോ എന്തെങ്കിലും ഒരു തലവേദന വന്നാൽ മതി, നമ്മൾക്ക് മതിയായി എന്ന് തോന്നുന്നു, എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള അവശതകളുണ്ടായാൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് തോന്നുക, ഇങ്ങനെയൊക്കെ വന്നാൽ ഇതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോകണം. അപ്പോൾ ആ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതിരിക്കണം. അപ്പോൾ മൊത്തത്തിൽ അത് ക്രമത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ, ആ 3 മണിക്കൂർ നമുക്ക് അനങ്ങാതിരിക്കാൻ ഉള്ളൊരു കഴിവ് വേണം. എന്നാൽ ഉത്തമം. അതില്ലാത്തവർക്കാണ് ബ്രേക്ക് ഇട്ടിട്ട് ചെയ്യാനായിട്ട് 3 ദിവസമായിട്ടോ 7 ദിവസമായിട്ടോ ഉള്ള വിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 മണിക്കൂർ ഒറ്റയടിക്ക് ഇരിക്കാൻ പറ്റും, സുഖമായിട്ടിരിക്കാൻ പറ്റും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞങ്ങൾ 5 മണിക്കൂർ കൊണ്ട് ചെയ്തിരുന്ന പരിപാടിയാണ്. 5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പ്രഭാഷണവും കൂടി കൂട്ടിയിട്ട് രാവിലെ 8 മണി മുതൽ വൈകിട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ഒറ്റ ഇരിപ്പിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ കുറേ കാലം അങ്ങനെ തന്നെ പോയി. 5 മണിക്കൂർ ഒറ്റ ഇരിപ്പായിരുന്നു. സ്വാമിയൊക്കെ ചമ്മറം പടിഞ്ഞ ഒരു ഇരിപ്പ് തന്നെയാണ്, ഒരു പലകട മുകളിൽ, ഒരു പീഠത്തിൻ്റെ മുകളിൽ 5 മണിക്കൂർ ഇരുന്ന് ചൊല്ലിയിട്ടേ എണീക്കുള്ളൂ. പിന്നെ ആളുകളുടെ വയസ്സായിട്ടുള്ള ആളുകളുടെ ചില ഡിമാൻഡ്, ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് മൂത്രമൊഴിക്കാനും അതുപോലെ വല്ല വെള്ളവും കുടിക്കാനും ഒക്കെ ഒരു ബ്രേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ 8 മണിക്ക് തുടങ്ങിയാൽ 10:30 മണിക്കൊരു ബ്രേക്ക്, ഒരു 20 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ 1:30 ആവും. അപ്പോൾ തീരുമ്പോൾ ഒരു ചായയൊക്കെ അറേഞ്ച് ചെയ്യും. അത്രയും വയസ്സായ ആളുകൾ, ഡയബറ്റിക് പേഷ്യൻസും ഒക്കെ ഉണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ വരുന്നവർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഇടയിൽ ഒരു ബ്രേക്ക് കൊടുത്തു. അപ്പോൾ 2 ചരിതങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഒരു ബ്രേക്ക്, 3-ാമത്തെ ചരിതം, വലിയ ചരിതം അവസാനം ഒന്നിച്ച്, അങ്ങനെയൊക്കെ ചില ക്രമങ്ങൾ വെച്ചു. എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളത് തീർക്കും. 5 മണിക്കൂർ കൊണ്ട് തീർക്കും. അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ 3 മണിക്കൂറേ പാരായണത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളും മനസ്സിരുത്തിയാൽ ഇരിക്കാൻ പറ്റും എന്ന് പറയുക. ഒരേ ഇരിപ്പ്. ഇനിയിപ്പോൾ താഴത്തിരിക്കാൻ പറ്റാത്തവർ കസേരയിലിരിക്കുക. കസേരയിൽ കൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഈ സങ്കല്പത്തോടുകൂടെ ആരംഭിക്കാം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം നമശ്ചണ്ഡികായൈ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ഭൂർഭുവസ്സുവരോം മമോപാത്ത സമസ്തദുരിതക്ഷയദ്വാരാ ശ്രീപരമേശ്വരീ പ്രീത്യർത്ഥം അസ്മാകം സർവേഷാം സകുടുംബാനാം ക്ഷേമസ്ഥൈര്യവീര്യവിജയായുരാരോഗ്യൈശ്വര്യാണാം അഭിവൃദ്ധ്യർത്ഥം സമസ്തമംഗളാവാപ്ത്യർത്ഥം ശ്രീജഗദംബാ പ്രസാദേന സർവാപന്നിവൃത്യർത്ഥം സകലബാധാനിവൃത്യർത്ഥം സർവാഭീഷ്ടഫലാവാപ്ത്യർത്ഥം ധർമാർത്ഥകാമമോക്ഷചതുർവിധബലപുരുഷാർത്ഥസിദ്ധ്യർത്ഥം ശ്രീമഹാകാളീ മഹാലക്ഷ്മീ മഹാസരസ്വതി പ്രസാദസിദ്ധ്യർത്ഥം ത്രയാംഗപാരായണപൂർവകം ശ്രീദേവീ മാഹാത്മ്യപാരായണം കരിഷ്യേ. അപ്പം ഇത് ചൊല്ലുമ്പോൾ 2 കൈകളും ഇങ്ങനെ ചേർത്ത് വെക്കാവുന്നതാണ് പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ മനസ്സങ്ങോട്ട് ഉറപ്പിച്ച് അങ്ങോട്ട് ചൊല്ലിയാലും മതി.
ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നത് എന്തിനാണെന്ന്. ഈ കൈകളെ കൊണ്ടാണ് നമ്മൾ പണികൾ എടുക്കുന്നത്. അപ്പോൾ മറ്റൊരു പണിക്കും ഇനി പോവില്ല ഇത് തീരുന്നത് വരെ എന്ന് പ്രതിജ്ഞ ചെയ്യണം. വേറൊരു പണിയില്ല ഇത് കഴിയുന്നത് വരെ. ഐ എം കമ്മിറ്റഡ്, ഐ ഡെഡിക്കേറ്റ് മൈസെൽഫ് ഈ ഒരു പർപ്പസിനായിക്കൊണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വെള്ളം, അക്ഷതം, പൂവ് ഇത് മൂന്നും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെറുതെ വെള്ളം തൊടാം, അല്ലെങ്കിൽ വെറുതെ ഒരു തുളസിപ്പൂ കയ്യിൽ വെക്കാം. ഇതൊക്കെ ഒരു സത്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ സ്വയം ഒരു സത്യപ്രതിജ്ഞ ചെയ്യണത് ഒരു പ്രതിജ്ഞയാണ്. നമ്മൾ നമ്മളോട് തന്നെ ദേവിയോടും വാഗ്ദാനം ചെയ്യണം, ഞാനിത് സമർപ്പിതനാകുന്നു, ഞാൻ ഇനി ഇത് കഴിഞ്ഞല്ലാതെ എഴുന്നേൽക്കില്ല എന്ന് പറയുന്നതാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനൊരു സങ്കല്പം. അത് കഴിഞ്ഞ് 2 മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. അതിൻ്റെ പേരാണ് ഒന്നാമത്തെ മന്ത്രം ശാപോദ്ധാര മന്ത്രം, മറ്റൊരു മന്ത്രം ഉത്കീലന മന്ത്രം. ഇങ്ങനെ 2 മന്ത്രങ്ങളുണ്ട്. ഇതിൽ ശാപോദ്ധാര മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മാന്തരങ്ങളായും ഈ ജന്മത്തിലും അറിഞ്ഞോ അറിയാതെയോ പല ആളുകളെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും. ആ വേദനിപ്പിച്ച ആളുകളുടെ മനസ്സ് നൊന്തത് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളായിട്ട് വരും. അവരുടെ ശാപം എന്ന് പറയുന്ന, അവർ നമ്മളെ നോക്കിയിട്ട് നീ അങ്ങനെയായിപ്പോ ഇങ്ങനെയായിപ്പോ എന്നിങ്ങനെ ശപിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ മനസ്സ് നൊന്താൽ മതി. ആരെയൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ, ഈ ജന്മത്തിലാവാം പൂർവ്വജന്മങ്ങളിലാവാം, അപ്പോൾ അവരുടെയൊക്കെ മനസ്താപം നമ്മുടെ ജീവിതത്തിൽ ശാപമായി ദുരിതങ്ങളായി വരും, വിഘ്നങ്ങളായി വരും. അപ്പോൾ നമ്മൾ ഈ ദേവീ മാഹാത്മ്യ പാരായണം എന്നുള്ള പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനായിക്കൊണ്ട് ഇനിയും നമ്മൾ ആരെയും വേദനിപ്പിക്കില്ല എന്നുള്ളതായിട്ടൊരു സങ്കല്പവും ഉള്ളിൽ ചെയ്തുകൊണ്ട് ദേവിയുടെ പ്രിയപ്പെട്ട ഭക്തനാവാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയാണ്, ദേവിയുടെ മൂർത്തിയാണ് ഈ പ്രപഞ്ചം. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെയാ വേദനിപ്പിക്കുന്നത്? ഒരു കണക്കിന് നോക്കിയാൽ ദേവിയെ തന്നെയല്ലേ വേദനിപ്പിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ദേവിയെ പീഡിപ്പിക്കൽ തന്നെയാണ്. അപ്പോൾ ദേവിയോടുള്ള ഒരു ക്ഷമാപണം കൂടിയാണത്. മുമ്പ് ഞാൻ അറിവില്ലായ്മ കൊണ്ട് പല രൂപത്തിലിരിക്കുന്ന അമ്മയെ വേദനിപ്പിച്ചു, അതിന് ഞാൻ ക്ഷമാപണം ചെയ്യുന്നു. ഇനിയും ഭാവിയിലും ഞാൻ ആവുന്നത്ര ആരെയും വേദനിപ്പിക്കാതെ നോക്കിക്കോളാം. കാരണം ആരെങ്കിലും വേദനിപ്പിക്കുന്നത് അമ്മയെ വേദനിപ്പിക്കും. കാരണം അമ്മയുടെ മക്കളാണ് ലോകം മുഴുവൻ, അല്ലെങ്കിൽ അമ്മയുടെ തന്നെ ശരീരമാണ് ഈ ലോകം. പല തലത്തിലും പറയാം. അപ്പോൾ നമ്മൾ ലോകത്തിൽ ആരെ വേദനിപ്പിക്കുന്നതും അത് ഭഗവതിയെ വേദനിപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ ഇനിമേലിൽ അത് ചെയ്യില്ല എന്നുള്ളൊരു സങ്കല്പവും കൂടി ഉള്ളിലെടുത്തുകൊണ്ട് നമ്മൾ ഈ ശാപോദ്ധാര മന്ത്രം ചൊല്ലിയാൽ നമുക്ക് എന്താ പറയുക, ദേവിയുടെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകും. വിഘ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ ഉത്കീലന മന്ത്രം എന്നുള്ള അടുത്ത മന്ത്രം, അത് എന്താ പറയുക, നമ്മുടെ വഴികൾ തുറന്നു കിട്ടാനുള്ളതായിട്ടുള്ള മന്ത്രം തന്നെയാണ്. എല്ലാ വഴികളും തുറന്നു കിട്ടി നമ്മൾ എന്ത് ബലമാണ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത് ആ ബലം സാധിക്കാൻ, സഫലമാകാൻ വേണ്ടി സഹായിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ അതിൽ ശാപോദ്ധാര മന്ത്രം എന്ന മന്ത്രം 7 പ്രാവശ്യം ചൊല്ലണം. ഉത്കീലന മന്ത്രം 21 പ്രാവശ്യം ചൊല്ലണം. എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് നോക്കി കേട്ടോളൂ. നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ എപ്പോഴാണ് പുസ്തകം കിട്ടുന്നത് അപ്പോൾ അത് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ആദ്യമേ ഒരു പരിചയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശാപോദ്ധാര മന്ത്രം 7 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികാ ദേവ്യൈ ശാപനാശാനുഗ്രഹം കുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികാ ദേവ്യൈ ശാപനാശാനുഗ്രഹം കുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികാ ദേവ്യൈ ശാപനാശാനുഗ്രഹം കുരു സ്വാഹ.
ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികാ ദേവ്യൈ ശാപനാശാനുഗ്രഹം കുരു കുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികാ ദേവ്യൈ ശാപനാശാനുഗ്രഹം കുരു കുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികാ ദേവ്യൈ ശാപനാശാനുഗ്രഹം കുരു കുരു സ്വാഹ. ഓം ഹ്രീം ക്ലീം ശ്രീം ക്രാം ക്രീം ചണ്ഡികാ ദേവ്യൈ ശാപനാശാനുഗ്രഹം കുരു കുരു സ്വാഹ. 7 പ്രാവശ്യം. വളരെ സിമ്പിളാണ്. കൃത്യമായിട്ട് തെറ്റില്ലാതെ നോക്കി വായിക്കുക ആദ്യം പുസ്തകം. അത് കഴിഞ്ഞ് കുറച്ച് പരിശീലിച്ച് കഴിയുമ്പോൾ കാണാപ്പാടാവും. അക്ഷരങ്ങൾ തെറ്റില്ലാതെ ചൊല്ലുക. 7 പ്രാവശ്യമേ ചൊല്ലേണ്ടതുള്ളൂ. അധിക സമയമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് വലിയ പ്രയോജനമാണുള്ളത്. വലിയ പ്രയോജനമാണ്. ദേവി പ്രസാദിച്ചാൽ സർവ്വചരാചരങ്ങളും പ്രസാദിക്കും. കാരണം ദേവി തന്നെയാണ് എല്ലാറ്റിൻ്റെയും ആത്മാ. അപ്പോൾ സർവ്വചരാചരങ്ങളും നമ്മളോട് പ്രസാദിച്ച് എല്ലാം നമുക്ക് അനുകൂലമായി മാറുന്ന ഒരവസ്ഥ വരും. നമുക്ക് എവിടെ പോയാലും സ്വീകാര്യതയുണ്ടാവും. എല്ലാവരും നമ്മളെ അനുകൂലിക്കുന്നവരായി സഹായിക്കുന്നവരായി ഭവിക്കും. എവിടെ പോയാലും ഒരു വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കുന്ന മാതിരി എല്ലാം തുറന്നു കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ജീവിത വിജയത്തിന് സഹായിക്കുന്ന ഒരു മന്ത്രമാണിത്, ഈ ശാപോദ്ധാര മന്ത്രം. അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ചൊല്ലിയതുപോലെ ചൊല്ലുക. ഒരു ഗുരുവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, നിങ്ങളുടെ ഇഷ്ടമുള്ള ഗുരുവിനെ ഇന്നലെ പറഞ്ഞതുപോലെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ആ ഗുരു ഉപദേശിച്ചതായിട്ട് സങ്കല്പിച്ച്, അല്ലെങ്കിൽ ജഗദംബികയായ ദേവി തന്നെ ഉപദേശിച്ചതായിട്ട് സങ്കല്പിച്ച് അത് ചൊല്ലിക്കോളൂ. അടുത്ത മന്ത്രം ഉത്കീലന മന്ത്രം. ഞാൻ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലം ലഭിക്കാനായിക്കൊണ്ട്, എല്ലാ തടസ്സങ്ങളും നീങ്ങി വഴി തുറന്നു കിട്ടാനായിക്കൊണ്ട് ഉള്ളതായിട്ടുള്ള മന്ത്രമാണ് ഉത്കീലന മന്ത്രം. പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണ് ഉത്കീലന മന്ത്രത്തിന്. ശാപോദ്ധാര മന്ത്രം നെഗറ്റീവായിട്ടുള്ള ശക്തികളെയൊക്കെ അകറ്റാനുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ശാപോദ്ധാര മന്ത്രം നെഗറ്റീവായിട്ടുള്ള ശക്തികളെ അകറ്റാനുള്ളതും, ഉത്കീലന മന്ത്രം പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനും. നെഗറ്റീവ് മാറിയാലേ പോസിറ്റീവ് ഫലിക്കുള്ളൂ, അല്ലേ? ആദ്യം നമ്മുടെ ചുറ്റുപാടുള്ളതായിട്ടുള്ള മാലിന്യങ്ങളും എല്ലാ ദുരിതങ്ങളും അകലണം, എന്നാലേ പോസിറ്റീവ് കൊണ്ട് കാര്യമുള്ളൂ, അല്ലേ? നമ്മൾ കൃഷി ഇറക്കുന്നതായിട്ടുള്ള സമയത്ത് ആദ്യം ഭൂമി ഒരുക്കണ്ടേ? കളകളൊക്കെ പറിച്ചു കളഞ്ഞ് ചെടികളൊക്കെ കളഞ്ഞ് അതിനെ ഉഴുതുമറിച്ച് പാകപ്പെടുത്തിയിട്ട് പിന്നെ വിത്ത് വിതച്ചാൽ അത് ബലിക്കും. അപ്പം അതുപോലെ ഈ കളകൾ പറിച്ചു കളയുന്ന ഫലമാണ് ശാപോദ്ധാര മന്ത്രം കൊണ്ടെങ്കിൽ, വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഫലമാണ് ഉത്കീലന മന്ത്രം കൊണ്ട്. രണ്ടും രണ്ട് പർപ്പസാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉദാഹരണം പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ ഉത്കീലന മന്ത്രം 21 പ്രാവശ്യം എന്താ നോക്കാം. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം കുരു കുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം കുരു കുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം കുരു കുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം കുരു കുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം കുരു കുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം കുരു കുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം കുരു കുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ ഉത്കീലനം കുരു കുരു സ്വാഹ. ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചണ്ഡികേ
उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। ॐ श्रीं क्लीं ह्रीं सप्तशतिचण्डिके उत्कीलनं कुरु कुरु स्वाहा। 21 പ്രാവശ്യം. എങ്ങനെ അറിയുമെന്ന് ചിലർ ചോദിച്ചു. കൈവിരൽ മടക്കുക. ആദ്യം മടക്കുക. 1 2 3 4 5 6 7 8 9 10. കോൺസെൻട്രേഷൻ പോവൊന്നുമില്ല. ഒപ്പം ഓരോ പ്രാവശ്യവും സ്വാഹ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൈവിരൽ മടക്കുക. അങ്ങനെ ഓരോ സ്വാഹ കഴിയുമ്പോഴും കൈവിരൽ മടക്കുക. അതൊക്കെ യൂസ്ഡ് ആവും. അപ്പോൾ 10 കഴിഞ്ഞാലോ, 10 കഴിഞ്ഞാൽ 1 ഇടത്തെ കയ്യിൽ 1 എണ്ണുക. കാരണം 21 അപ്പോൾ ഇവിടെ ഒരു കൈ നിവർത്തി പിടിക്കുക, ഒരു വിരൽ. എന്നിട്ട് പിന്നെ അടുത്ത 11 12 13 14 15 16 17 18 19 20 21. അപ്പോൾ ഇത് 2 ആയി, 20. അപ്പോൾ 21 വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു വിരൽ എണ്ണാൻ വേണ്ടിയിട്ടും ഒരു വിരൽ അതിൻ്റെ 10ൻ്റെ അംശങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ടും. ഇപ്പം 108 ചൊല്ലണമെങ്കിൽ ഇതൊന്ന് പിടിച്ചാൽ മതി, 10 ഇത് 20, ഇത് 30, ഇത് 40, ഇത് 50, ഇത് 60, ഇത് 70, ഇത് 80, ഇത് 90, ഇത് 100. ഇങ്ങനെ പിടിച്ചാൽ 108 എണ്ണം. കല്ലെടുത്ത് വയ്ക്കാനൊക്കെ മെനക്കെടാണ്. അത് വേറെ ബാഹ്യമായിട്ടൊരു വസ്തുവാണ്. അതിലേക്കൊക്കെ സമയം പോവും. കല്ലെടുത്ത് വയ്ക്കാനൊക്കെ നിന്നാൽ ബാഹ്യ വസ്തുക്കളാണ്, അതിലേക്ക് കോൺസെൻട്രേഷൻ തെറ്റിപ്പോകും. അതിനേക്കാൾ സിമ്പിളാണിത് പഠിക്കുക. ഇതിങ്ങനെ എണ്ണി പഠിക്കുക. കുട്ടിക്കാലത്ത് നാമം ചൊല്ലി പഠിക്കണം. കുട്ടിക്കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ നമ്മളെ പഠിപ്പിച്ചു ഇങ്ങനെ ചൊല്ലാനായിക്കൊണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ സിമ്പിളാണ്. അപ്പോൾ എത്ര വേണമെങ്കിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോവാം എന്നർത്ഥം. അതെ, 108 പ്രാവശ്യം ചൊല്ലുന്നതിന് 1 2 3 4 5 6 7 8 9 10. അപ്പം ഇവിടെ ഒരു വിരൽ മടക്കുക, 10. അടുത്തത് 11 12 13 14 15 16 17 18 19 20. ഇവിടെ രണ്ടാമത്തത് മടക്കുക. 21 22 23 24 25 26 27 28 29 30. ഇവിടെ മൂന്നാമത്തത് മടക്കുക. 40 ആയാൽ നാലാമത്തെ മടക്കുക. 50 ആയാൽ അഞ്ചാമത്തെ മടക്കുക. 60 ആവുമ്പോൾ തുറക്കുക. 70 ആവുമ്പോൾ രണ്ടാമത്തത് തുറക്കുക. 80 ആവുമ്പോൾ മൂന്നാമത്തത് തുറക്കുക. നാലാമത്തത് തുറക്കുക. അഞ്ചാമത്തത് തുറക്കുക. 100. സിമ്പിൾ. നമ്മുടെ ശരീര അവയവം കൊണ്ട് തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാം. വേറെയും പല കൗണ്ടിങ് ഉണ്ട്, അതൊക്കെ ഇതിനേക്കാൾ ടഫായിട്ടുള്ളതാണ്. വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട, ഇത് മതി. ഇനി മാലയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, മാല കൊണ്ട് എണ്ണുന്നവരുണ്ട്. അതൊക്കെ പരിശീലിച്ചവർക്ക് അതൊക്കെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. കയ്യിലൊരു മാല വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 21 മാല വേണ്ടി വരും. പിന്നെ മാലകൾ 108ൻ്റെയോ 54ൻ്റെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ 21 7 അങ്ങനെ പിടിക്കാൻ പറ്റില്ല. 108 മാല പിടിക്കാൻ പറ്റും. 54 മണിയുള്ളതോ 108 മണിയുള്ളതോ ആയിരിക്കും മാലകൾ. രുദ്രാക്ഷ മാലയാവട്ടെ, അതുപോലെയുള്ള ജപമാലകളൊക്കെ ആകുമ്പോൾ അത് 54 108 എണ്ണാനേ പറ്റുള്ളൂ. 21 എണ്ണാൻ മാല കൊണ്ട് പറ്റില്ല.
മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഈ മന്ത്രങ്ങൾ കൗണ്ട് ചെയ്യാം. ഇപ്പോൾ സങ്കല്പം 2 മന്ത്രങ്ങൾ പഠിച്ചു. അടുത്തതാണ് കവച സ്തോത്രം ചൊല്ലേണ്ടത്. ഇത് ഈ 2 മന്ത്രം കഴിഞ്ഞാൽ കവചമാണ്. ഇപ്പം നമ്മൾ ഇന്നലെ കവചം ചൊല്ലി ഞാൻ, അതുകൊണ്ട് ഇന്ന് അതിനെ സമയം എടുക്കണില്ല. കാരണം 13-14 മിനിറ്റ് അതിനെടുക്കും. അപ്പോൾ സമയം കഴിഞ്ഞു പോവും. അപ്പോൾ ഇന്നലെ കവചം ചൊല്ലിയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് കവചത്തെ എന്ന് ഞാൻ ഒഴിവാക്കുകയാണ്. വാസ്തവത്തിൽ ഈ 3 ഇത് കഴിഞ്ഞാൽ ആദ്യത്തെ സങ്കല്പം, ശാപോദ്ധാര മന്ത്രം, ഉത്കീലന മന്ത്രം കഴിഞ്ഞാൽ അടുത്തത് കവചം. അത് ക്രമത്തിൽ കവചമാണ്. ഇന്ന് ഞാൻ തൽക്കാലം ക്ലാസ് എടുക്കുന്നത് കൊണ്ട് കവചം സ്കിപ്പ് ചെയ്യണു. കാരണം ഇന്നലെ ചൊല്ലിക്കേൾപ്പിച്ചു, 13 മിനിറ്റോളം എടുത്തു ഇന്നലെ. അപ്പോൾ അത് തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ സ്വാമിയാണെങ്കിലും ഉപാസനയ്ക്കായിട്ട് ചൊല്ലുമ്പോൾ ക്രമത്തിൽ കവചം ചൊല്ലിയിട്ടേ കീലകത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ കവചം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പദ്ധതിയുടെ പേരാണ് കീലക സ്തോത്രം. ആ കീലക സ്തോത്രം ഒരു സ്തോത്രമാണ്. അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് നോക്കുക. ത്രയാംഗങ്ങളിൽ 2ാമത്തെ അംഗമാണ് കവചം കഴിഞ്ഞാൽ കീലകം. അത് കഴിഞ്ഞാൽ അർഗളാസ്തോത്രം. അർഗള കഴിഞ്ഞിട്ടാണ് കീലകം. ഞാൻ പേജ് മറിച്ചത് മാറിപ്പോയി. അർഗളാസ്തോത്രം കഴിഞ്ഞിട്ടാണ് കീലക സ്തോത്രം. അപ്പോൾ കവചം കഴിഞ്ഞാൽ അർഗളാസ്തോത്രം. അർഗള എന്ന് പറഞ്ഞാൽ സാക്ഷ, ബോൾട്ട് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ബോൾട്ടുകൾ തുറക്കാൻ വേണ്ടിയിട്ട്, സാക്ഷകൾ തുറക്കാൻ വേണ്ടി, വാതിലുകൾ തുറക്കാൻ വേണ്ടി ഉള്ളതായിട്ടുള്ള മന്ത്രമാണ് അർഗളാസ്തോത്രം. അത് കഴിഞ്ഞ് കീലകം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കീലം എന്ന് പറഞ്ഞാൽ ആക്സിൽ ബോൾട്ട് എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ. അതുപോലെ കീലം എന്നുള്ളതിന് പൂട്ട് എന്നും അർത്ഥമുണ്ട്. പൂട്ടിട്ട് പൂട്ടുന്നത് പോലെ പൂട്ടാൻ ഒക്കെ ആയിട്ടുള്ള മന്ത്രമാണ് കീലക മന്ത്രം. അപ്പോൾ നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പൂർണ്ണതയുണ്ടാവാൻ, സാഫല്യമുണ്ടാവാൻ വേണ്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രം കീലക സ്തോത്രം. അപ്പോൾ ഇങ്ങനെ അർഗളാസ്തോത്രം, കീലക സ്തോത്രം, ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് അർത്ഥം പറയുമ്പോൾ കൂടുതൽ പറഞ്ഞുതരാം. ഇതിപ്പോൾ ചൊല്ലുന്നു, ആ ചൊല്ലി കേൾപ്പിക്കാം. അർഗളാസ്തോത്രം. ഓം നമശ്ചണ്ഡികായൈ അധ അർഗളാസ്തോത്രം. അസ്യ ശ്രീ അർഗളാസ്തോത്ര മഹാമന്ത്രസ്യ സ്വർണ്ണാകർഷണ ഭൈരവർഷിഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ മഹാലക്ഷ്മീ ചണ്ഡികാ ദേവതാ. അം ബീജം ഗം ശക്തിഃ ലം കീലകം. ശ്രീ മഹാലക്ഷ്മീ ചണ്ഡികാ പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗഃ. ധ്യാനം പ്രകാശമധ്യസ്ഥിതചിത്സ്വരൂപാം വരാഭയേ സന്തതതീം ത്രിനേത്രാം സിന്ദൂരവർണ്ണാഞ്ജിതകോമളാംഗീം മായാമയീം തത്വമയീം നമാമി. ഇനി സ്തോത്രം ആരംഭിക്കുകയായി. അർഗളാസ്തോത്രം. ജയത്വം ദേവി ചാമുണ്ടേ ജയഭൂതാപഹാരിണി. ജയ സർവഗതേ ദേവി കാളരാത്രി നമോസ്തുതേ. യാ ത്വം പ്രീതി വിധൗ ഖ്യാതാ സർവദാ സർവകീർത്തിതാ. തസ്യാ ഭേദാ ഹ്യനന്ദാശ്ച തന്മാഹാത്മ്യം ശിവോദയം. യാ ദേവി സ്തൂയത്തെ നിത്യം വിബുധൈർവേദപാരകൈഃ. സാ മേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപാ സരസ്വതി. ജയന്തി മംഗളാ കാളി ഭദ്രകാളി കപാലിനി. ദുർഗാ ക്ഷമാ ശിവാ ധാത്രി സ്വാഹാ സ്വദാ നമോസ്തുതേ. മധുകൈടഭ വിദ്രാവി വിദാതൃവരദേ നമഃ. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. महिषासुर निर्नाश विदात्रिवरदे नमः. रूपं देहि जयं देहि यशो देहि द्विषो जहि. वन्दिताङ्घ्रियुगे देवी सर्वसौभाग्यदायिनी.
रूपं देहि जयं देहि यशो देहि द्विषो जहि धूम्रलोचन दर्पग्नि विदाद्रवरदे नमः रूपं देहि जयं देहि यशो देहि द्विषो जहि रक्तबीजवधे देवी चण्डमुण्ड विनाशिनी रूपं देहि जयं देहि यशो देहि द्विषो जहि अचिन्त्यरूपचरिते सर्वशत्रुविनाशिनी रूपं देहि जयं देहि यशो देहि द्विषो जहि न तेभ्यः सर्वदा भक्त्या चण्डिके दुरितापहे रूपं देहि जयं देहि यशो देहि द्विषो जहि स्तुवद्भ्यो भक्तिपूर्वं त्वां चण्डिके व्याधिनाशिनी रूपं देहि जयं देहि यशो देहि द्विषो जहि चण्डिके सततं ये त्वाम् अर्चयन्तीह भक्तिदः रूपं देहि जयं देहि यशो देहि द्विषो जहि देहि सौभाग्यमारोग्यं देहि मे देहि सौभाग्यमारोग्यं देहि मे परमं सुखं रूपं देहि जयं देहि यशो देहि द्विषो जहि विदेहि द्विषदां नाशं विदेहि बलमुच्चकैः रूपं देहि जयं देहि यशो देहि द्विषो जहि विदेहि देवि कल्याणं विदेहि विपुलां श्रियं रूपं देहि जयं देहि यशो देहि द्विषो जहि विद्यावन्दं यशस्वन्दं लक्ष्मीवन्दं च मां कुरु रूपं देहि जयं देहि यशो देहि द्विषो जहि प्रचण्डदैत्यदर्पघ्ने चण्डिके प्रणताय मे रूपं देहि जयं देहि यशो देहि द्विषो जहि चतुर्भुजे चतुर्वक्त्र संस्तुते परमेश्वरि रूपं देहि जयं देहि यशो देहि द्विषो जहि कृष्णेन संस्तुते देवी शश्वद्भक्त्या त्वमम्बिके रूपं देहि जयं देहि यशो देहि द्विषो जहि हिमाचलसुता नाद पूजिते परमेश्वरि रूपं देहि जयं देहि यशो देहि द्विषो जहि सुरासुरशिरो रत्ननिकृष्टचरणेऽम्बिके रूपं देहि जयं देहि यशो देहि द्विषो जहि इन्द्राणीपति सद्भाव पूजिते परमेश्वरि रूपं देहि जयं देहि यशो देहि द्विषो जहि देवि प्रचण्ड दोर्दण्ड दैत्यदर्प विनाशिनी रूपं देहि जयं देहि यशो देहि द्विषो जहि देवि भक्तजनोद्दाम दत्तानन्दोदयम्बिके रूपं देहि जयं देहि यशो देहि द्विषो जहि पत्नीं मनोरमां देहि मनोवृत्तानुसारिणीं तारिणीं दुर्गसंसारसागरस्य कुलोद्भवां पुत्रान् देहि धनं देहि सर्वकामांश्च देहि मे रूपं देहि जयं देहि यशो देहि द्विषो जहि इदं स्तोत्रं पठित्वा तु महास्तोत्रं पठेन्नरः स तु सप्तशती संख्या वरमाप्नोति सम्पदः ഓം ഇതി അർഗളാസ്തോത്രം. ഇപ്പോൾ അനുഷ്ടുപ്പ് വൃത്തത്തിലെ 28 ശ്ലോകങ്ങളേ ഉള്ളൂ. അതിന് കൃത്യമായിട്ട് നമ്മൾ നിർത്തി അതിൻ്റെ ശരിയായ ഉച്ചാരണ രീതിയിൽ ചൊല്ലണം. വളരെ വേഗത്തിൽ പോകേണ്ട കാര്യമില്ല, അത് ഇഴഞ്ഞു പോകേണ്ട കാര്യവും ഇല്ല. സംഗീതാത്മകമായി ചൊല്ലാനുള്ളതല്ല, മന്ത്രസ്വരൂപമാണ്. അതുപോലെ വളരെ എക്സ്പ്രസ് സർവീസിലും പോകേണ്ട കാര്യമില്ല. ആ മധ്യമമായിട്ടുള്ള വേഗത്തിൽ അതിൻ്റെ ശരിയായ മാത്രകൾ കണക്കെടുത്തുകൊണ്ട് ഉച്ചരിക്കുക. ദീർഘവുമാവണ്ട, വളരെ ഫാസ്റ്റും ആവണ്ട. 28 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അർഗളാസ്തോത്രം. അടുത്തത് കീലക സ്തോത്രം എന്ന സ്തോത്രമാണ്. അതും കൂടി ഇന്ന് ചൊല്ലിയിട്ട് ഇന്ന് നിർത്താം. അത് വളരെ ചെറിയ സ്തോത്രമാണ്. 14 ശ്ലോകങ്ങളേ ഉള്ളൂ. അർഗളാസ്തോത്രം 28 ആണെങ്കിൽ കീലകം 14 ശ്ലോകങ്ങളേ ഉള്ളൂ. അത് ചൊല്ലി കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് നിർത്താം. ബാക്കി നാളെ തുടരാം. ഓം നമശ്ചണ്ഡികായൈ. അധ കീലകസ്തോത്രം.
അസ്യ ശ്രീകീലകസ്തോത്രമഹാമന്ത്രസ്യ വിശുദ്ധജ്ഞാന ഋഷി അനുഷ്ഠുപ് ഛന്ദഃ ശ്രീചണ്ഡികാ ദേവതാ ക്ലാം ബീജം ക്ലീം ശക്തി ക്ലൂം കീലകം ശ്രീചണ്ഡികാ പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗഃ. ധ്യാനം ശോണപ്രഭം സോമകലാവദംസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷു ചാപം പ്രാണപ്രിയം നൗമി പിനാകപാണേഃ കോണത്രയസ്ഥം കുലദൈവതം നഃ. ഋഷിരുവാച വിശുദ്ധജ്ഞാനദേഹായ ത്രിവേദീ ദിവ്യചക്ഷുഷേ ശ്രേയഃ പ്രാപ്തിനിമിത്തായ നമഃ സോമാർദ്ദധാരിണി. സർവമേതദ് വിജാനീയാത് മന്ത്രാണാമപി കീലകം സോഭിക്ഷേമമവാപ്നോതി സതതം ജപതൽപരഃ. സിദ്ധ്യന്ത്യുച്ചാടനാദീനി വസ്തൂനി സകലാന്യപി ഏതേനസ്തു വദാം ദേവി സ്തോത്രമാത്രേണ സിദ്ധ്യതി. ന മന്ത്രോ നൗഷധം തത്ര ന കിഞ്ചിദഭിവിദ്യതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവമുച്ചാടനാദികം. സമഗ്രാണ്യപി സിദ്ധ്യന്തി ലോകശങ്കാമിമാം ഹരഃ. കൃത്വാ നിമന്ത്രയാമാസ സർവമേവമിദം ശുഭം. സ്തോത്രം വൈ ചണ്ഡികാജാസ്തു തച്ച ഗുഹ്യം ചകാരസഃ. സമാപ്തിർന ച പുണ്യസ്യ താം യദാവന്നിയന്ത്രണാം സോഭിക്ഷേമമവാപ്നോതി സർവമേവ ന സംശയഃ. കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ സമാഹിതഃ. ദദാതി പ്രതിഗൃഹാതി നാന്യദൈഷാ പ്രസീദതി. ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം. യോ നിഷ്കീലാം വിധായൈനാം നിത്യം ജപതി സംസ്ഫുടം. സസിദ്ധഃ സഗണഃ സോപി ഗന്ധർവോ ജായതേ വനേ. ന ചൈവാപ്യടതസ്തസ്യ ഭയം ക്വാപീഹ ജായതേ. നാപമൃത്യുവശം യാതി മൃതോ മോക്ഷമവാപ്നുയാത്. ജ്ഞാത്വാ പ്രാരഭ്യ കുർവീത ഹ്യകുർവാണോ വിനശ്യതി. തതോ ജ്ഞാത്വൈവ സമ്പന്നം ഇദം പ്രാരഭ്യതേ ബുധൈഃ. സൗഭാഗ്യാദി ച യത്കിഞ്ചിത് ദൃശ്യത്തെ ലലനാജനേ തൽസർവം തത്പ്രസാദേന തേന ജാപ്യമിദം ശുഭം. ശനൈസ്തു ജപ്യമാനേസ്മിന്ന സ്തോത്രേ സമ്പത്തിരുച്ചകൈഃ. ഭവത്യേവ സമഗ്രാഭി തതഃ പ്രാരഭ്യമേവ തത്. ഐശ്വര്യം യത് പ്രസാദേന സൗഭാഗ്യാരോഗ്യസമ്പദഃ. ശത്രുഹാനിഃ പരോ മോക്ഷഃ. സ്തൂയതേ സാ ന കിം ജനൈഃ. ഓം ഇതി കീലകസ്തോത്രം. ഇത്രയേ ഉള്ളൂ കീലകസ്തോത്രം. 14 ശ്ലോകങ്ങൾ കീലകസ്തോത്രം, 28 ശ്ലോകങ്ങൾ അർഗളാസ്തോത്രം, 56 ശ്ലോകങ്ങൾ കവചസ്തോത്രം. അപ്പോൾ കവചത്തിൻ്റെ പകുതിയേ ഉള്ളൂ അർഗള, അർഗളയുടെ പകുതിയേ ഉള്ളൂ കീലകം. അങ്ങനെ ക്രമത്തിൽ വരുന്നു 56, 28, 14 എന്ന്. അപ്പം ഇങ്ങനെ മൂന്ന് സ്തോത്രങ്ങൾ, പൂർവാംഗങ്ങൾ, ത്രയാംഗങ്ങൾ, 3 അംഗങ്ങൾ. ഇത് 3 ചൊല്ലിയിട്ട് ഇനി ചില 2-3 കാര്യങ്ങളും കൂടി ചൊല്ലാനുണ്ട്. അതാണ് താന്ത്രികം, രാത്രി സൂക്തവും നവാക്ഷരി മഹാമന്ത്രവും. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ദേവി മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുക. അതിനെക്കുറിച്ച് നാളെ തുടർന്ന് പറയാം. അപ്പം നാളെ കാണാം എല്ലാവരെയും. ഇന്ന് ക്ഷമാപ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കാം. ഓം അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി. യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധശതം കൃത്വാ ജഗദംബേതി ചോച്ചരേത്. യാം ഗതിം സമവാപ്നോതി ന താം ബ്രഹ്മാദയഃ സുരാഃ.
സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തഥാ കുരു. അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദിഗുഹ്യ ഗോപ്ത്രീത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികായൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. അപ്പോൾ നാളെ രാവിലത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞ് വൈകുന്നേരം ദേവി മാഹാത്മ്യം തുടരാം. അപ്പോൾ ബാക്കിയുള്ളത് നാളെ അറിയാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ശുഭരാത്രി, സുഖനിദ്ര. വിനായക ചതുർത്ഥിയുടെ സമർപ്പണ സങ്കല്പങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.